ചുംബന സമരം നിശ്ചയിച്ചിരുന്ന മറൈൻ ഡ്രൈവ് മൈതാനവും മറ്റും പ്രതിഷേധക്കാരെയും പോലീസിനെയും കൊണ്ടു നിറഞ്ഞപ്പോൾ എറണാകുളം ലോ കോളേജിന് സമീപമാണ് കിസ് ഓഫ് ലവ് പ്രവർത്തകർ ഒത്തുചേർന്നത്. പരസ്പരം ആലിംഗനം ചെയ്യുകയും ചുംബിക്കുകയും ചെയ്യുന്നതിനിടെ പോലീസ് ഇടപെട്ടു. 40ഓളം വരുന്ന കിസ് ഓഫ് ലവ് ഭാരവാഹികളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. മറൈൻ ഡ്രൈവിൽ ചുംബന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചെത്തിയവരെ പ്രതിഷേധക്കാർ കയ്യേറ്റം ചെയ്തതും സംഘർഷത്തിന് കാരണമായി. തുടർന്ന് സമരാനുകൂലികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. പോലീസിന്റെ കണ്ണുവെട്ടിച്ച് മറൈൻ ഡ്രൈവിലെത്തി ചുംബന സമരം നടത്തിയവർക്ക് നേരെ കൂടുതൽ പ്രതിഷേധക്കാർ തിരിഞ്ഞത് ഹലോ. ഹലോ, മിസ്റ്റർ ഗൗതം. യെസ്. സർ, ഇത് ക്ലിയർ സൈറ്റ് ഐ കെയർ സെന്ററിൽ നിന്നാണ് വിളിക്കുന്നത്. സാറിന്റെ അപ്പോയിന്റ്മെന്റ് നാളെ ഉച്ച കഴിഞ്ഞ് 3 മണിക്കാണെന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ഓക്കെ. പക്ഷേ എന്ത് അപ്പോയിൻമെൻ്റാണിത്? സാറിന്റെ വിഷൻ ടെസ്റ്റ് ചെയ്യാൻ ഈ ആഴ്ചത്തേക്ക് വിഷൻ ടെസ്റ്റിന് വേണ്ടി ഒരു അപ്പോയിന്റ്മെന്റ് സാർ നേരത്തെ ചോദിച്ചിരുന്നല്ലോ. ഇല്ല, ഞാൻ ചോദിച്ചിരുന്നില്ല. എൻ്റെ കാഴ്ചയ്ക്ക് ഒരു കുഴപ്പമില്ല. സർ, ഇത് ബീച്ച് അവന്യൂവിൽ താമസിക്കുന്ന മിസ്റ്റർ ഗൗതം തന്നെ അല്ലേ? അതെ, ബീച്ച് അവന്യൂവിൽ താമസിക്കുന്ന ഗൗതം തന്നെ. അയാളുടെ കാഴ്ചയ്ക്ക് തകരാറൊന്നുമില്ല. അയാൾ അപ്പോയിൻമെൻറ്റ് ചോദിച്ചതുമില്ല. ചോദിച്ചിരുന്നു സർ. ഞങ്ങളുടെ ആദ്യം ടെലിഫോൺ ബുക്ക് ചെയ്ത് നമ്പർ എടുക്കും, പിന്നെ അപ്പോയിൻമെൻറ്റ് ശരിയാക്കി തരും. കൊള്ളാം. നച്ചികേതസും ഞാനും. കടൽ വറ്റിപ്പോയിരുന്നു. കരയിൽ ജീവിച്ചിരുന്നവരൊക്കെ എന്നേ ചാമ്പലായി കഴിഞ്ഞിരുന്നു. കടൽ തീരത്തെ ഒരു പാറയ്ക്കടിയിൽ മറവിയുടെ ചിതൽ തിന്ന മനസ്സുമായി നച്ചികേതസ് കിടക്കുകയാണ്. ചിലപ്പോഴൊക്കെ കാറ്റിൻ്റെ രൂപത്തിൽ ഞാൻ അയാൾക്ക് ജീവവായു നൽകി. മറ്റു ചിലപ്പോൾ കാലം ചെയ്ത വൃക്ഷങ്ങളുടെ വിയർപ്പായി ഞാൻ അയാളുടെ ചുണ്ടിൽ ഉപ്പിറ്റിച്ചു. ഒരിക്കൽ അയാൾ ആകാശത്തോട് തൻ്റെ വേദന ശമിപ്പിക്കാൻ അപേക്ഷിച്ചു. മഴയുടെ മിന്നൽപ്പാളികൾ വീശി തൻ്റെ ചിന്തകളെ അടക്കുവാനും. പക്ഷേ എൻ്റെ ചുമലുകൾ കൊണ്ട് കൊടുങ്കാറ്റിനെ ചെറുത്ത് രക്ഷിക്കാനെന്ന ഭാവത്തിൽ ഞാൻ അയാൾക്ക് കാവൽ നിന്നു. കണ്ണു ചിമ്മാൻ മറന്നുപോയ ഒരു മൃഗത്തെ പോലെ.
ഓ, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ക്യാൻ ഐ കം ഇൻ? യെസ് ഓഫ് കോഴ്സ്, വരൂ. ഇതെന്താ പെട്ടിയൊക്കെ ആയിട്ട്? അതൊരു വലിയ കഥയാണ്. കൊണ്ടുവന്നോട്ടെ? യെസ് ഷുവർ. ഇരിക്കും. ഗുട്ടു, ഞാൻ താമസിക്കുന്ന വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കി. ദ ലാൻഡ് ലോഡ് ഇസ് എ റിയൽ ബാഡ് ഗായ്. അതങ്ങനെ തന്നെ. ഞാനും റൂംമേറ്റ്സും 1-2 മാസത്തെ വാടക കൊടുക്കാനുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ഞങ്ങൾ കൊടുക്കാൻ പോവുമായിരുന്നു. പക്ഷേ ചുരുക്കി പറഞ്ഞ, ക്യാൻ ഐ സ്റ്റേ ഹിയർ ഫോർ 1 ഡേ? നാളത്തേക്ക് വീട് വേറെ ശരിയാവും, ഇല്ലെങ്കിൽ മറ്റന്നാ. ഏതായാലും 3 ദിവസത്തിൽ കൂടില്ല. വിഷയ എനിക്ക് വാടക തരുമോ? ഒരു ലോങ് ടേം കോൺട്രാക്ട് സൈൻ ചെയ്താൽ തരാം. ഒരു 11 മാസം. അയ്യോ, അതൊന്നും വേണ്ട. 3 ദിവസം ഓക്കെ, ഫ്രീ. താങ്ക് യു ഗുട്ടു. അപ്പോൾ എഴുത്തൊക്കെ എങ്ങനെ പോകുന്നു? എന്നെക്കുറിച്ച് ആലോചിച്ചോ എന്തെങ്കിലും? ഇത് പറയേ, വിഷയ എൻ്റെ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ബീച്ച് അവന്യൂയിൽ ഒരൊറ്റ റൈറ്റർ അല്ലേ ഉള്ളൂ, എല്ലാവർക്കും അറിയില്ലേ? വരൂ, തൻ്റെ മുറി കാണിച്ചു തരാം. Wow, this is so beautiful. Wow, I just love it. ഇതാ ബെഡ്റൂം. You saved my honor, ഗുട്ടു. എന്നെ ഇവിടെ താമസിക്കാൻ സമ്മതിക്കുമെന്ന് ഞാൻ ഫ്രണ്ട്സിനോട് ബെറ്റ് വെച്ചിരുന്നു. താങ്ക്സ് ഗുട്ടു. ശരി, എന്നാൽ ഫ്രഷ് ആണെങ്കിലായിക്കോളൂ. ഞാൻ കോഫി എടുക്കാം. ഓക്കെ. ഇത്ര താമസിച്ചെന്ന് അറിഞ്ഞില്ല. ഉറങ്ങിപ്പോയി. വരൂ, ഒരു സർപ്രൈസ് ഉണ്ട്. സർപ്രൈസ്? കം.
ഉം. എന്താ പറയാ? Happy birthday to you. Happy birthday to you. Happy birthday, dear Vishaya. Happy birthday. Ah. Ah. ഞാൻ എവിടെയോ വായിച്ചിട്ടുണ്ട് കേട്ടോ, ഓരോ ബർത്ത്ഡേയും ഒരു പുതിയ ജന്മം പോലെയാണെന്ന്. പുതിയ ജന്മമോ? യെസ്, ഒരു പുതിയ വിഷൻ, ഒരു പുതിയ ജേർണിയുടെ തുടക്കം. അതുവരെ കണ്ടിട്ടില്ലാത്ത കൂട്ടുകാരെ കാണാൻ. അപ്പോൾ എനിക്കും ഇതൊരു പുതിയ പിറന്നാൾ തന്നെ. ഒരു പുതിയ ഫ്രണ്ടിനെ കാണുന്ന ദിവസം. എൻ്റെ കൊച്ചുമോളുടെ പ്രായത്തിലുള്ള ഒരു ഫ്രണ്ട്. അതിന് ഗുട്ടുവിന് കൊച്ചുമോളില്ലല്ലോ, കല്യാണം പോലും കഴിച്ചിട്ടില്ലല്ലോ. ടു യു ദെൻ മൈ ന്യൂ ഫ്രണ്ട്. ഇരുളിൽ നിന്ന് കയറി വന്ന എൻ്റെ പുതിയ കൂട്ടുകാരിക്ക്. എനിക്കിതുവരെ കിട്ടിയതിൽ വെച്ച് ഏറ്റവും ടച്ചിങ് ആയ ബർത്ത്ഡേ ഗിഫ്റ്റാണിത്. തീരെ പ്രതീക്ഷിക്കാത്ത കൈൻഡ്നെസ്. താങ്ക്സ് ഗുട്ടു. ഗുട്ടു, എന്നെ നോവൽ കാണിക്കാമെന്ന് പറഞ്ഞില്ലേ? നാളെ ആയാലോ? ഇന്ന് വേണ്ട, ബോറടിക്കും. അത് വേണ്ട, ഇപ്പൊ മതി. കം കം ഓൺ. കം. അനന്തത. അനന്തതയെക്കുറിച്ച് പറയുമ്പോഴൊക്കെ എൻ്റെ ഉള്ളിലൊരു ദൃശ്യം തെളിയും. തിരയൊടുങ്ങാത്ത വിജനമായ ശാന്തമായ ഒരു കടൽക്കര, നിറയെ ഉരുളങ്കല്ലുകൾ, അവയ്ക്ക് മുകളിൽ ഒരു കസേര, ആ കസേരയിൽ കാലത്തേക്കാളും കാലം ചെന്ന ഒരു വൃദ്ധൻ, ഈറൻ കാറ്റുകൊണ്ട് ചെറുതായി വിറയ്ക്കുന്ന കൃശഗാത്രനായ നച്ചിക്കേതസ്. അയാളാണ് ഇതിഹാസത്തിൻ്റെയും കഥകളുടെയും കാലത്തിൻ്റെയും സൂക്ഷിപ്പുകാരൻ. ചിലപ്പോൾ ഡസൻ കണക്കിന് ആളുകൾ അയാളോടൊപ്പം ഒരു നിമിഷം ആ കടപ്പുറത്ത് ചിലവാക്കാൻ വേണ്ടി വന്ന് ഏറെ നേരം കാത്തു നിൽക്കും. അയാൾ അവരെ ശ്രദ്ധിക്കാറേയില്ല. പക്ഷേ അവർക്ക് അയാളുടെ അടുത്ത് നിൽക്കാൻ, അയാളെ ഒന്ന് തൊടാൻ കൊതിയായിരുന്നു. അയാൾ മണിക്കൂറുകളോളം കടപ്പുറം വൃത്തിയാക്കിയിട്ട് ഒന്ന് വിശ്രമിക്കാൻ മണ്ണിൽ ഇരിക്കുമ്പോൾ ചുറ്റും വട്ടം കൂടിയിരിക്കാൻ അവർക്ക് വലിയ ഇഷ്ടമായിരുന്നു. ചിലർ അയാളുടെ ഉടുപ്പ് കഴുകിക്കൊടുക്കും, ചിലർ പുതിയത് കൊണ്ടുവന്നിട്ടുണ്ടാകും. അയാൾ പക്ഷെ ആരോടും സംസാരിച്ചിരുന്നില്ല. ചിലപ്പോൾ ആരും കേട്ടിട്ടില്ലാത്ത ഏതോ ഭാഷയിൽ എന്തൊക്കെയോ പറയും, അയാൾക്ക് മാത്രം മനസ്സിലാകുന്ന എന്തൊക്കെയോ. വായിച്ചു കേട്ടല്ലോ, സന്തോഷമായ? ആയി. എങ്ങനെയുണ്ട്? അത് പറഞ്ഞോളൂ, നമ്മൾ ഫ്രണ്ട്സ് അല്ലേ? ഓക്കെ ഗുട്ടു, ഞാൻ സത്യം പറയാം, അതാണ് അതിൻ്റെ ശരി. പ്ലീസ്. ഗുട്ടു, ഇതെല്ലാം വെറും വാക്കുകളല്ലേ? കൈൻഡ് ഓഫ് ബീയിങ് ക്ലെവർ വിത്ത് വേർഡ്സ്. അതെന്താ അങ്ങനെ പറഞ്ഞേ? കാരണം ഈ വായിച്ച കാര്യങ്ങളുടെ അർത്ഥം എന്താണെന്ന് ഗുട്ടുവിന് പോലും അറിയാമെന്ന് തോന്നുന്നില്ല. വിഷമിപ്പിച്ചെങ്കിൽ സോറി. പക്ഷേ ഗുട്ടുവിനോട് സത്യം പറയുന്നതാണ് ശരിയെന്ന് തോന്നി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.
ഗുഡ് മോർണിംഗ്. മോർണിംഗ്. നടത്തിയൊക്കെ കഴിഞ്ഞോ? ഓ യെസ്. നേരെ ഉറങ്ങിയോ? ലൈക്ക് എ ലോഗ്. പക്ഷേ നേരത്തെ എണീറ്റു. ചോദിക്കാതെ കമ്പ്യൂട്ടറിൽ തൊട്ടതിന് സോറി. ഐ വാസ് ജസ്റ്റ് ചെക്കിംഗ് മൈ മെയിൽ. സാരമില്ല. പക്ഷേ ഞാൻ രസമുള്ളൊരു സ്വപ്നം കണ്ടു. ബ്രേക്ക്ഫാസ്റ്റ് എന്ത് വേണം? ഓംലെറ്റും ടോസ്റ്റ് മതിയോ? ടോസ്റ്റ് വേണ്ട, ഓംലെറ്റ് ആകാം. ടോസ്റ്റ് ഇഷ്ടമല്ലേ കുട്ടൂന്? ഇഷ്ടമാണ്. പക്ഷേ ടോസ്റ്റ് എനിക്ക് തനിയെ ഉണ്ടാക്കി കഴിക്കുന്നതാണ് ഇഷ്ടം. ഈ ബട്ടർ പുരട്ടി ചെറിയ ചൂടിലാകുമ്പോൾ നല്ല ക്രിസ്പായിരിക്കും. ഷട്ട് ഡൗൺ ചെയ്യട്ടെ? വേണ്ട, ഓണായി കിടക്കട്ടെ. കുറച്ച് എഴുതാം. എന്തായാലും എണീറ്റു. എഴുതാനുള്ളൊരു മൂടുണ്ട്. യു നോ ഗുട്ടു, യു റിമൈൻഡ് മീ ഓഫ് മൈ ഗ്രാൻഡ് ഡാഡ്. ഏയ്, പ്രായം കൊണ്ടല്ല, ഗുട്ടുവിൻ്റെ ശബ്ദം, സംസാരിക്കുന്ന രീതി. ഐ ഡോണ്ട് നോ. എനിവേ, അതൊരു കോംപ്ലിമെൻ്റ് ആണോ? ഗുട്ടു, ഞാനൊരു കുഴപ്പം കാണിച്ചു. ഡോണ്ട് ഗെറ്റ് മാഡ് അറ്റ് മീ, പ്രോമിസ്. ആദ്യം കാര്യം പറ, പ്രോമിസ് പിന്നെ ചെയ്യാം. അത് പറ്റില്ല. ആദ്യം പ്രോമിസ്, അത് കഴിഞ്ഞ് പറയാം. ഓക്കെ, പ്രോമിസ്. ഇനി പറ, എന്ത് പറ്റി? ഗുട്ടു, ഞാനത് ഇറേസ് ചെയ്തു. ഐ എം സോറി. ദേഷ്യപ്പെടരുത് പ്ലീസ്. എന്താ നീ അറേസ് ചെയ്തേ? ഗുട്ടുവിൻ്റെ ബുക്ക്. ഐ എം സോറി, എന്നെ വഴക്ക് പറയരുത്. എന്താ നീ കാണിച്ചേ? ഞാൻ ഇനി എന്ത് ചെയ്യും? പ്രോമിസ് ചെയ്തതല്ലേ ദേഷ്യപ്പെടില്ല എന്ന്. ദേഷ്യപ്പെട്ടതല്ല. നീ എന്തായി കാണിക്കണേ? വട്ടുണ്ടോ? ആരോട് ചോദിച്ചിട്ടാ? ഐ എം സോറി ഗുട്ടു, ഇത് ചെയ്തേ പറ്റൂ. എന്നോട് ക്ഷമിക്ക്. നിനക്ക് നല്ല തല്ല് കിട്ടാത്തതിൻ്റെയാ. നീ ആരാ? നിനക്ക് എന്താ വേണ്ടേ? കേട്ടില്ലേ ചോദിച്ചത്? നീ ആരാന്ന്? എന്നെ അറിയില്ലേ? പിന്നെന്തിനാ ഒരു സ്ട്രേഞ്ചറിനെ പോലെ പെരുമാറുന്നത്? ഗുട്ടുവിന് എന്നോട് തീരെ ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ഞാൻ പോകണോ? ഇഷ്ടത്തിൻ്റെയും ഇഷ്ടക്കേടിൻ്റെയും കാര്യമൊന്നുമല്ല. നിനക്കെന്തോ ഒരു ഉദ്ദേശമുണ്ട്. അതെന്താണെന്ന് എനിക്കറിയണം. നീ എൻ്റെ പിന്നാലെ ഇവിടെ കയറുന്നു, എൻ്റെ വീട്ടിൽ വന്ന് എന്നെ നശിപ്പിക്കാൻ നോക്കുന്നു. നിനക്കെൻ്റെ കഥ കഴിക്കണം. പറ, ആരാ നിന്നെ ഇങ്ങോട്ട് അയച്ചത്? ഐ ഡിഡ് നോട്ട് ഡിസ്ട്രോയ് യുവർ ലൈഫ്. ഗുട്ടു എഴുതിയ കുറേ പേജുകൾ മാത്രമാണ് ഞാൻ നശിപ്പിച്ചത്. അതും അർത്ഥമില്ലാത്ത കുറേ വാക്കുകൾ. അത് ഗുട്ടുവിനും അറിയാം. പക്ഷേ പേര് കേട്ട എഴുത്തുകാരനായതുകൊണ്ട് അറിയാത്ത പോലെ കാണിക്കുവാണ്. അതൊക്കെ സമ്മതിച്ചു. ഞാനൊരു വിശ്വസാഹിത്യ പ്രതിഭയൊന്നുമല്ല. എഴുതിയത് പലതും അത്ര പോരായിരിക്കുക. എന്നും പറഞ്ഞ് നീ എന്തായി കാണിച്ചേ? ഗുട്ടു തന്നെ ഇതൊക്കെ കത്തിച്ച് കളയണമായിരുന്നു ശരിക്കും. പക്ഷേ ചെയ്തില്ല. അതുകൊണ്ട് ഞാൻ ചെയ്തു. Somebody had to.
നമ്മളെ ഒരുമിച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട് അല്ലേ? കൊള്ളാം. എങ്കിൽ പിന്നെ ദേ ഇതിൻ്റെ പടവും കൂടി എടുത്തോ. ഇനി ഇങ്ങനെ ഒരെണ്ണം ഉണ്ടായാലായി. വിഷയ വിഷയ ഐ എം സോറി. ഞാൻ തന്നെ നോക്കുമായിരുന്നു, അല്ല അന്വേഷിക്കുമായിരുന്നു. ഐ എം സോറി. ഹേയ്, ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. ഞാനിപ്പോൾ വരാം. ഇറ്റ് ജസ്റ്റ് ഹാപ്പൻഡ്. ഞാൻ തീരെ ഓർത്തില്ല. ഇറ്റ്സ് ഓക്കേ. ഗുട്ടു എന്ത് ചെയ്തു? ഒരു സ്ത്രീയുടെ ശരീരം കണ്ടതിൽ എന്താ ഇത്ര പ്രശ്നം? പറ ഗുട്ടു. ഗുട്ടു എന്താ കല്യാണം കഴിക്കാത്തത്? എൻ്റെ കല്യാണം ആൾമോസ്റ്റ് കഴിഞ്ഞതാ. ഭാഗ്യത്തിന് അവൾ എൻഗേജ്മെൻറ്റ് മുടക്കി. നോർത്തിൽ നിന്നായിരുന്നു. ബുദ്ധിയുള്ള പെണ്ണ. വലിയ പ്രശ്നമാകും മുമ്പ് അവൾ രക്ഷപ്പെട്ടു. അതെന്താ? എന്തായിരുന്നു പ്രശ്നം? എൻ്റെ അടുത്ത ചങ്ങാതിയാ. അവനുമായിട്ടാണ് അവൾ മുങ്ങിയ. ഓ, ഐ എം സോറി ടു ഹിയർ ദാറ്റ്. ഐ എം നോട്ട് സോറി അറ്റ് അവൾ. ഞാൻ ചുമക്കാനിരുന്നത് വേറൊരുത്തൻ ചുമക്കുന്നു. ഒരു വിഷമവുമില്ല. ഗുട്ടുവിൻ്റെ ഉള്ളിൽ നല്ല വിഷമമുണ്ട്. പാവം. ഏയ്, എനിക്ക് തോന്നുന്നില്ല. ഒന്നും പറ്റാതെ ഒരു അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്നാ എനിക്ക് തോന്നുന്നത്. മുപ്പത്തിയെട്ട് സ്റ്റെപ്സ്. നീണ്ട വരാന്തയാണല്ലോ. ഗുട്ടു, നല്ല ഭംഗിയുള്ള വീട്. താൻ കാണിച്ച പണി കണ്ടോ? എഴുതിയതെല്ലാം പോയി. വായിക്കാനോട്ട് തോന്നുന്നുമില്ല. ബോറടിക്കുന്നു. ഒന്നും ചെയ്യാനില്ലാതായി. ജസ്റ്റ് റിലാക്സ് ഗുട്ടു. എൻജോയ് ദ വെദർ. അല്ലെങ്കിൽ എൻജോയ് മൈ കമ്പനി.
ജീവിതം ആസ്വദിക്കാൻ ബുക്ക് എഴുതണമെന്നൊന്നുമില്ല ഗുട്ടു. ജീവിച്ചാ മതി. ഏത് പുസ്തകത്തെക്കാളും നല്ലതാണ് താൻ. ഗുട്ടു. സാത്താൻകുട്ടി, ഇനി എന്താ കത്തിക്കാൻ പോണേ? യു. ഈ കണ്ണുകളിൽ എന്തോ ഒരു മാജിക് ഉണ്ട്. പൊക്കല്ലേ. വേണ്ട വിഷയ, ഇത് പാടില്ല. എന്ത് എന്തു പറ്റി? എനിക്ക് വയസ്സായി. ഇനി ഇതൊന്നും ഐ ഷുഡൻറ്റ് ബി ഡൂയിങ് ദിസ്. ഗുട്ടു, വയസ്സുമായിട്ട് ഇതിനെന്താ കാര്യം? ഗുട്ടുവിന് എന്നെ ഇഷ്ടമാണോ? ഇഷ്ടമാണ്, ഒത്തിരി ഇഷ്ടമാണ്. നിന്നെ എനിക്ക് വേണം. പക്ഷേ ഗുട്ടു, ഇത് സ്നേഹമാണ്. ദിസ് ലോങ്ങിങ്, ഇതാണ് സത്യം ഗുട്ടു. ബാക്കിയെല്ലാം വെറും വാക്കുകൾ, empty words. ഇതാരായത്? ഇവിടൊന്നും വേണ്ട, നിങ്ങൾ പോണം. സാർ, ഞാൻ ഒന്നും വിൽക്കാൻ വന്നല്ല. അല്പം വെള്ളവും ഒരു തുണിക്കഷ്ണവും കിട്ടിയാൽ കൊള്ളാം. എൻ്റെ കാർ ബ്രേക്ക് ഡൗൺ ആയി അവിടെ. അത് ശരിയാക്കിയപ്പോൾ കൈ മുഴുവൻ അഴുക്കായി. കൈ ഒന്ന് ക്ലീൻ ചെയ്താൽ മതി. സാറിന് വിരോധമില്ലെങ്കിൽ കുടിക്കാൻ കുറച്ച് വെള്ളം. വരൂ. ഞാൻ അല്പം ദൂരെയാണ് താമസം. ഇതിലേ പോയപ്പോൾ പറ്റിയതാ. നല്ല ഭംഗിയുള്ള വീട്. കഴിഞ്ഞല്ലേ? സാർ, ഒരു സെക്കൻഡേ.
കൊച്ചുമോളാണല്ലേ? അല്ല, വൈഫാ. തനിക്കിപ്പോൾ എന്താ വേണ്ടേ? ഓ ഐ എം സോറി, ഞാൻ മറ്റൊന്നും ഉദ്ദേശിച്ചില്ല. ആ, ഞാനും ഒന്നും ഉദ്ദേശിച്ചില്ല. ചായ എടുക്കുവാണേ. ആ, ഇരിക്ക്. ഞാനും ഈ ഭാഗത്തു നിന്നാ. ഒരുപാട് വർഷങ്ങൾ ഇവിടെ തന്നെയായിരുന്നു. ഓഹോ. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം ഞാൻ എൻ്റെ കുടുംബ വീട്ടിലേക്ക് മാറി. അതൊരു കുന്നിൻ്റെ മുകളിലാണ്, ഒരു എസ്റ്റേറ്റ്. സോ സോറി രാഹുൽ. രാഹുൽ എന്നല്ലേ പേര്? ഉം. അച്ഛനും അമ്മയും മരിച്ചു. ആ, ഒരപകടത്തിൽ. എസ്റ്റേറ്റ് കുറച്ച് വലുതാണ്, അടുത്തെങ്ങും വീടുകളുമില്ല. പക്ഷെ എനിക്കെന്തോ അവിടം വലിയ ഇഷ്ടമാണ്. എവിടെ അത്? പേരങ്ങോട്. റബ്ബറോ അതോ? റബ്ബറുണ്ട്, കാട് പിടിച്ചൊരു ഗാർഡൻ. സിറ്റി മുഴുവൻ അവിടെ ഇരുന്നാൽ കാണാം. ചുറ്റും മലകളാണ്. കണ്ടാൽ സാറിന് ഇഷ്ടപ്പെടും. ഈ കുന്നിൻ്റെ മുകളിൽ താമസിക്കുന്ന ഒരു സുഖം മറ്റെവിടെയും കിട്ടില്ല. നല്ല കാറ്റ്, മിന്നൽ, നല്ല രസമാണ് അവിടെ. കണ്ടാലേ വിശ്വസിക്കൂ. എനിക്കൊന്ന് കാണണമല്ലോ. ഇവിടവും പണ്ട് എനിക്കിഷ്ടമായിരുന്നു, ഈ വീട് വയ്ക്കുന്ന കാലത്ത്. ഇതൊരു സ്ലോപ്പാ, പല പല ലെവൽ. നല്ല രസമായിരുന്നു. പക്ഷേ ആ പുതുമയൊക്കെ അങ്ങ് പോയി. ഇനി എവിടെയെങ്കിലും തുറന്ന ഒരു സ്ഥലത്ത് മാറി താമസിക്കണം. ഈ ആൾക്കാരിങ്ങനെ സൂചിയും നൂലും വിൽക്കാൻ വരാത്ത ഒരിടത്ത്. അതിന് പറ്റിയത് എൻ്റെ വീട് തന്നെ. ഈ ജന്മത്തൊരു സെയിൽസ്മാനെ കാണില്ല. കുറച്ചുകൂടി ചായ. പിന്നെന്താ? ഓ താങ്ക് യു. ഇറങ്ങട്ടെ? താങ്ക്സ് ഫോർ ദ ഹെൽപ്പ്. ഞാൻ അല്പം കഴിഞ്ഞ് സാറിന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വരാം. സാറിന് ഇഷ്ടപ്പെടും. ധൃതിയൊന്നുമില്ല, താങ്കളുടെ സൗകര്യം പോലെ മതി. ഇനിയിപ്പോൾ അടുത്ത മാസം ആകട്ടെ. സാറിന് വളരെ ഇഷ്ടപ്പെടും. സ്ട്രേഞ്ച് ഫെലോ ഇൻഡീഡ്. ഞാൻ വർഷങ്ങളോളം ഡൽഹിയിലായിരുന്നു. അംബാസഡർമാരുടെയും കൊച്ചു കൊച്ചു രാജാക്കന്മാരുടെ ഇടയിലായിരുന്നു എൻ്റെ താമസം. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടായിരുന്നു. അവിടെ ഞാൻ ആകെ മിസ് ചെയ്തത് കടലാണ്. കടൽ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. ഗുട്ടും അംബാസിഡർ ആയിരുന്നോ? യു ആർ ഫണ്ണി. ഞാനൊരു ന്യൂസ് കറസ്പോണ്ടൻ്റ് ആയിരുന്നു ഫോർ ദ ന്യൂ ഇന്ത്യ ടൈംസ്. പൊളിറ്റിക്സ് ആയിരുന്നു എൻ്റെ ഏരിയ. ആ സമയത്താണ് എൻ്റെ ഫസ്റ്റ് ബുക്ക് വരുന്നത്, ഏഞ്ചൽസ് ഓഫ് ഡൈനാസ്റ്റി. സോറി, കേട്ടിട്ടില്ല. നന്നായി, അല്ലെങ്കിൽ അതും കൂടെ എടുത്ത് കത്തിച്ചേനെ. അത് മിക്കവാറും സംഭവിച്ചേനെ. യു നോ, ഐ ലവ് ടീച്ചിങ്. അങ്ങനെ ഒരു ഇംഗ്ലീഷ് അധ്യാപകനായി. അപ്പോഴാണ് മലയാളത്തിൽ എഴുതാനും തുടങ്ങിയത്. അന്നേരം ഒരു കാര്യം മനസ്സിലായി, ഏത് നാട്ടിൽ പോയി എത്ര കാലം താമസിച്ചാലും നമ്മുടെ മാതൃഭാഷ അതൊരിക്കലും പോവില്ല. എന്തായാലും 20 ഇയേഴ്സിന് ശേഷം പയ്യൻ കേരളത്തിലേക്ക് മടങ്ങി. അച്ഛനും അമ്മയും? ശരിക്കും തിരിച്ചു വരാൻ കാരണം അത് തന്നെയായിരുന്നു. അമ്മ മരിച്ചു, അച്ഛനും വയ്യാതായി. അതൊക്കെ പോട്ടെ. ഹൗ ഇസ് ദ പ്ലേസ്? കെട്ടിക്കിടക്കുന്ന ഈ വെള്ളം വളരെ ക്വൈറ്റാണെന്ന് തോന്നും. ഈ നിതാന്ത ശാന്തം എന്നൊക്കെ പറയില്ലേ, ഒരു കണക്കിന് ഇത് നമ്മുടെയൊക്കെ മനസ്സ് പോലാണ്, ഡീപ്പ് ആൻഡ് ട്രബിൾഡ്. ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് പേടിയാവും. എനിക്ക് പേടിയില്ല. നീന്തലറിയാം. എനിക്ക് നീന്തലൊക്കെ അറിയാം. വീണുപോയാൽ മുങ്ങിച്ചാകത്തൊന്നുമില്ല. എങ്കിലും ഒരു പേടിയുണ്ട്, എ കൈൻഡ് ഓഫ് ഡ്രെഡ്. എവിടാ? സുഖയില്ലേ? ഇപ്പോഴാണ് അത് ഫീൽ ചെയ്ത് തുടങ്ങുന്നത്. എന്ത്? ഞാനിവിടെ ഉള്ളതോ? അല്ല, ഞാൻ എഴുതിയതൊക്കെ പോയില്ലേ അത്. ഞാനൊരു നല്ല എഴുത്തുകാരനല്ലെന്ന് താൻ പറഞ്ഞതും. ഗുട്ടു,
രണ്ടാമത്തേതായിരിക്കും കൂടുതൽ വിഷമം. ആദ്യത്തേതും. ഇനി എങ്ങനെ ആ ബുക്ക് എഴുതും? എത്രയോ ബുക്കുകൾ വന്നു പോയിരിക്കുന്നു. അതിനെക്കുറിച്ച് എന്താ ഇത്ര വിഷമിക്കാൻ? ഐ ആം ഫിനിഷ്ഡ്. കംപ്ലീറ്റായി നശിച്ചു. പുസ്തകമില്ലാതെ എന്തെഴുത്തുകാരൻ? ജസ്റ്റ് റിലാക്സ് കുട്ടു. തൻ്റെ സൈക്കോളജി ക്ലാസ്സും കൂടെ ഞാൻ സഹിക്കണോ? അത് വേണ്ട. പക്ഷേ എങ്ങനെ ഹാപ്പി ആയിരിക്കാമെന്ന് വേണമെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് പഠിക്കാം. അറ്റ്ലീസ്റ്റ് ഞാൻ ഗുട്ടുവിനെ പോലെ അൺഹാപ്പി അല്ലല്ലോ. തൻ്റെ പ്രായത്തിൽ ഞാനും ഹാപ്പിയായിരുന്നു. അതാണ് യൂത്ത്, യുവത്വം. തനിക്ക് ഒരു എഴുത്തുകാരൻ്റെ മാനസികാവസ്ഥ മനസ്സിലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറ്റപ്പെടുത്തിയതല്ല, ജീവിതത്തിലെ ഒരു ശൂന്യത, എന്തോ ഒരു ദുഃഖം, അതൊക്കെ എഴുത്തുകൊണ്ടാണ് ഞാൻ അതിജീവിച്ചത്. എഴുത്താണ് സന്തോഷത്തിലേക്കുള്ള എൻ്റെ ബോട്ട്. ഞാൻ എഴുതുന്നത് വായിച്ച് ആരെങ്കിലുമൊക്കെ സന്തോഷിക്കുന്നത് എനിക്കിഷ്ടമാണ്. ആയിരിക്കാം. എനിക്കിതിനെക്കുറിച്ചൊന്നും അറിയില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് വായനക്കാരുടെ പ്രൈസ്, പ്രശംസയാണ് ഗുട്ടുവിന് വേണ്ടത്. പ്രശംസ? എനിക്കെന്തിന് പ്രശംസ? അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞു. എനിക്കെഴുതാനേ അറിയൂ. അതാ ഇങ്ങനെ നിർത്താതെ എഴുതുന്നത്. ഗുട്ടു, ഞാനിപ്പോൾ വരാം. ഒന്ന് കുളിക്കട്ടെ. വെള്ളം ശരീരത്തിൽ വീഴുന്നത് ഒരു സുഖമാണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. അതെ, ഞാൻ ഒളിഞ്ഞു നോക്കാനൊന്നും വരില്ല കേട്ടോ. See you soon. ഞാനിവിടെ ഉണ്ട് സാർ, താഴെ. ശല്യമായില്ല. ഞാൻ തിരിച്ചു വന്നു. ആ, മനസ്സിലായി. അപ്പോൾ പോയാലോ? പോകാനോ? എവിടെ? എൻ്റെ വീട്ടിലേക്ക്. മറന്നുപോയോ? പിന്നെങ്ങാനും ആകാന്ന് പറഞ്ഞില്ലേ രാഹുൽ? ഇന്ന് വേണ്ട. ഛേ, സാറ് നേരത്തെ വരാമെന്ന് പറഞ്ഞതല്ലേ. ഞാൻ വരാമെന്ന് പറഞ്ഞു, പക്ഷെ പിന്നൊരിക്കൽ. ഇന്നെന്താ? ഇന്ന് നല്ല ദിവസമല്ലേ? സത്യം പറഞ്ഞാൽ ഇന്നാണ് ഏറ്റവും നല്ല ദിവസം. ഇന്ന് പറ്റില്ല, ഐ ആം ബിസി. ചില പരിപാടികളൊക്കെ ഉണ്ട്. സാർ, എൻ്റെ പ്ലാനൊക്കെ മാറ്റി വെച്ചാണ് ഞാൻ ഇത്രയും ദൂരം വണ്ടി ഓടിച്ചു വന്നത്. ഈ അവസാന നിമിഷത്തിൽ ഇങ്ങനെ പറ്റിക്കരുത്. പറ്റിച്ചെന്നു? ഞാനോ? വാട്ട് ഡു യു മീൻ? സാറാണ് എന്നെ തിരിച്ചു വരുത്തിയത്. എന്നിട്ടിപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ ഇത് പറ്റിപ്പല്ലേ? എന്നെ വന്ന് കൊണ്ടുപോകാനൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങളുടെ ഇവിടെ വരാമെന്ന് പോലും ഞാൻ പറഞ്ഞില്ല. ശരി, എൻ്റെ വീട് കാണണമെന്ന് പറഞ്ഞില്ലേ? ആ, അത് ഞാൻ പറഞ്ഞു. കണ്ടോ? എന്ത് കണ്ടോന്ന്? അപ്പം നിങ്ങൾ എന്നെ കള്ളനാക്കുവാണോ? മിസ്റ്റർ. മിസ്റ്റർ ഒന്നും വേണ്ട, വന്ന് വണ്ടി കയറാൻ നോക്ക്. നിങ്ങൾക്കെന്താ വട്ടുണ്ടോ? മര്യാദക്ക് പറഞ്ഞതാ, മനസ്സിലാവൂല. ആഹാ, കൈ പറയില്ല.
ആ കുട്ടിയെ ഞാൻ തൊട്ട കൊന്നളയും ഞാൻ. ഓക്കേ ഓക്കേ, മനസ്സിലായി. അയാളെ ഞാൻ എന്ത് ചെയ്യാൻ? എൻ്റെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞത് നിങ്ങളല്ലേ, അപ്പം നിങ്ങൾ വന്നാൽ മതി. ഒന്നും പറ്റിയില്ലല്ലോ. എൻ്റെ അപ്പൂപ്പനാവുള്ള പ്രായമുണ്ട്. ഇപ്പം കയറി ചത്തൊന്നും കളയരുതേ. കുടിക്കേ, നല്ല ദൂരമുണ്ട്. വഴി കിടന്ന് വിളിക്കാൻ തോന്നിയാലോ? ഗുഡ്. എന്നാ പോവാം. ഇനി എൻ്റെ വണ്ടിയിലോട്ട് കയറാം. അപ്പോഴത്തേക്ക് ഞാൻ ആ പെണ്ണിനൊന്ന് റേപ്പ് ചെയ്തിട്ട് വരാം. അവളെവിടെ? ചുമ്മാ മാഷേ, അതിൻ്റെ ഒന്നും ആവശ്യം എനിക്കില്ല. ഇനി എൻ്റെ വണ്ടിയിലോട്ട് കയറാം. നടക്കങ്ങോട്ട്. ഇത് പുറത്തൂടെ ഇടാൻ പോവാണ്. ചത്തൊന്നും പോവില്ല, പക്ഷേ ചാടാനോ മറ്റോ നോക്കിയാൽ ചിലപ്പോൾ അത് സംഭവിക്കും. മനസ്സിലായ?
Wake up, writer. എങ്ങനെയുണ്ട് സ്ഥലം? നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇവിടെ ഒരു പ്രത്യേക സുഖമാണ്. 2 ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. വിഷമിക്കണ്ട മാഷേ, നിങ്ങളെ കണ്ടാൽ ആരും ജയിലിടാൻ കൊണ്ടൊന്നുമില്ല തോന്നുമല്ലോ. ആരും ഒന്നും ചെയ്യില്ല. നിങ്ങൾ മര്യാദക്കിരുന്നാൽ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? നിങ്ങൾ ആരാ? കൊള്ളാം, നല്ല ചോദ്യം. നിങ്ങളാര്? പക്ഷെ ഇവിടെ ഇപ്പൊ ചോദ്യങ്ങളൊക്കെ ഞാൻ ചോദിച്ചോളാം. ഇത് നിങ്ങളുടെ വീട് പോലെ തന്നെ. ഫീൽ ഫ്രീ ഹിയർ. എവിടെ വേണേലും ചുറ്റി നടക്കാം. ഇതാണ് നിങ്ങളുടെ മുറി. ദേ, ഞാൻ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. നടക്കും മാഷേ. എത്ര നാൾ വേണമെങ്കിലും ഇവിടെ താമസിക്കാം. പക്ഷെ ഒരു കാര്യം, നിങ്ങളെങ്ങനാണോ അതുപോലെ ആയിരിക്കും ഞാനും. നിങ്ങൾ ഡീസൻ്റ് ആണെങ്കിൽ ഞാനും ഡീസൻ്റ്. അല്ല, കയറി സ്മാർട്ടാകാൻ നോക്കിയാലേ എൻ്റെ ഗുണവും മാറും. മാഷേ, വാ, ഒരു കാര്യം കാണിച്ചു തരാം.
വാ. കേറി വാ. എന്ത് പറ്റണില്ലേ? ഞാനെന്തിനു വരണം? അത് നിങ്ങളുടെ ഇഷ്ടം. കേറി വന്നാ വേണമെങ്കിൽ രക്ഷപ്പെടാനുള്ള ഒരു വഴി കാണിച്ചു തരാം. കൈ വേണോ? സഹായമൊന്നും വേണ്ട, ഞാൻ കയറിക്കോളാം. കൊള്ളാം, സ്പിരിറ്റ് ഉണ്ട്. മോന്തക്കിട്ടും തരട്ടാ? ചുമ്മാ മാഷേ, we have a deal. നിങ്ങൾ ഡീസൻ്റ് ആണെങ്കിൽ ഞാനും ഡീസൻ്റ്. എന്തിനാ എന്നെ ഇവിടെ കൊണ്ടുവന്നേക്കുന്നേ? നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? ഒരു ദിവസം ഒരു ചോദ്യം. ഞാൻ നിങ്ങൾ എന്തിനൂടെ കൊണ്ടുവന്നു? ഓക്കെ, കേട്ടോളൂ. നിങ്ങൾ കുറേ വായിച്ചിട്ട് എഴുതിയിട്ടൊക്കെയുണ്ട്, പക്ഷെ നിങ്ങൾക്ക് തീരെ വിവരമില്ല. ഒന്നാമത് ഞാൻ നിങ്ങളോട് കൊണ്ടുവന്നതല്ല, നിങ്ങളാണ് എൻ്റെ വീട് കാണണമെന്ന് പറഞ്ഞത്. നോൺസെൻസ്, അത് വീണ്ടും ആവർത്തിക്കണ്ട. ഐ എം നോട്ട് എ ഫൂൾ. നിങ്ങൾക്കൊരു ചുക്കും അറിയില്ല, അറിയാവുന്നുള്ള തോന്നൽ മാത്രം. നിങ്ങളെ തലനിറയെ മറ്റുള്ളവർ പറഞ്ഞു തന്ന കാര്യങ്ങളാ. അതെന്തോ വലിയ അറിവാണെന്ന് വിചാരിച്ച് കൊണ്ടു നടക്കുന്നു. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതം വലിയൊരു കള്ളമാണ്. രാവിലെ ഉണർന്ന് ഒരു നല്ല മനുഷ്യൻ്റെ മുഖം എടുത്താണ് ഞാൻ ഇറങ്ങും, ദേഷ്യവും വിഷമവും എല്ലാം ഉള്ളിലൊതുക്കിക്കൊണ്ട്. പോരാഞ്ഞിട്ട് പുസ്തകം എഴുത്തും കൂടി. ആരൊക്കെയോ നക്കിത്തുപ്പി എല്ലാ കഷ്ണം എടുത്ത് പുസ്തകമാക്കി ലോകത്തിന് വിളമ്പും. അത് നിങ്ങളുടെ അഭിപ്രായം. ഓഹോ, എന്നാ ഇതോടെ കേട്ടോ. തൻ്റെ വിചാരേ താനെന്തോ വലിയ കൊണാണ്ടറാണെന്നാണ്. ആക്ച്വലി യു ആർ ജസ്റ്റ് അനദർ ബാഗ് ഓഫ് ഷിറ്റ്. എന്നെപ്പോലെ. അത് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് പോകാം.
Wake up, young man. താനോ? Yes. Happy to see me? എന്താ സംശയം? അവൻ ആര്? രാഹുലോ? തനിക്ക് അവനെ നേരത്തെ അറിയാമോ? പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? അപ്പോൾ എന്നെ പറ്റിക്കുമായിരുന്നു. നിങ്ങൾ ഒരുമിച്ചാണല്ലേ? കഴിക്കുമാശേ, നല്ല വിശപ്പ് കാണുമല്ലോ. ഇവിടെ അടുത്ത് കിട്ടുന്ന ഏറ്റവും നല്ല ദോശയും കടലക്കറിയാ. അപ്പോൾ നിങ്ങൾ രണ്ടും കൂടി ഗ്യാങ് ചേർന്ന് എന്നെ പറ്റിക്കുകയായിരുന്നു അല്ലേ? ശരി. ഞങ്ങൾ പറ്റിച്ചെന്നോ? ഒരു ചേഞ്ച് വേണം നിങ്ങളല്ലേ പറഞ്ഞത്. നല്ല കറി. ഞാനൊരു വിട്ടിയെപ്പോലെ നിങ്ങളുടെ ട്രാപ്പിലങ്ങ് വീണു. വിഷമിക്കാതെ കുട്ടു. ഞങ്ങൾ കുട്ടുവിൻ്റെ ഫ്രണ്ട്സ് അല്ലേ? വിഷയം നിങ്ങളെക്കുറിച്ച് എല്ലാം പറഞ്ഞു. നല്ല മിടുക്കനാണ്. കം ഓൺ രാഹുൽ. ഗുട്ടു നല്ല ആളാ. എനിക്കിഷ്ടമാണ്. ശരി, നിനക്കിഷ്ടമാണ്. പക്ഷെ അങ്ങേർക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്. നോക്ക് നോക്ക്, ആ മോന്തം നോക്ക്. വിശപ്പില്ല. ഇങ്ങോട്ടിരിക്കേ. എന്തു പറ്റി? വേണ്ട കുട്ടു. അവൻ്റെ കൂടെ കിടന്ന് മറിയാൻ നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. രാഹുൽ എൻ്റെ ബോയ് ഫ്രണ്ട് അല്ലേ? എന്താ നിങ്ങളുടെ ഉദ്ദേശം? എന്നോട് ദേഷ്യപ്പെടാതെ കുട്ടു. ഗുട്ടോ? ആരുടെ ഗുട്ടു? എന്നെ അങ്ങനെ വിളിക്കണ്ട. എനിക്ക് നിന്റെ തന്തയുടെ പ്രായമുണ്ട്. ഡോണ്ട് ഗെറ്റ് അപ്സെറ്റ് കുട്ടു. ഇതൊരു സ്വപ്നം പോലെയാ. നമ്മളെ ഉണർത്തുന്നൊരു സ്വപ്നം. നീ എന്നെ പഠിപ്പിക്കാനൊന്നും വരണ്ട. പുതിയ പാഠങ്ങൾ പഠിക്കേണ്ട പ്രായമൊക്കെ കഴിഞ്ഞു. നിന്റെ സൈക്കോളജി വേണ്ട, അത് കുറേ കേട്ടതാ. ഗുട്ടു ഒരുപാട് പ്രശ്നങ്ങൾ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. പക്ഷേ അതൊട്ട് സമ്മതിക്കേയില്ല. നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഒരാൾ പോരാ നിനക്ക്, അതാ കാര്യം. ഗുട്ടുവിൻ്റെ ദേഷ്യമൊക്കെ മാറിയിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. നിനക്കൊരു തോന്നൽ കാണും ഞാൻ ആ ചെറുക്കനുമായിട്ട് മത്സരിക്കാൻ നിൽക്കുകയാണെന്ന്. കഷ്ടം. ഞാൻ ജീവിതം കുറേ കണ്ടവനാണ്. എൻ്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ എനിക്കറിയാം, നന്നായിട്ടറിയാം. ഒന്നുറപ്പായി, നീ അവൻ്റെ കൂടിയാ. എന്നാൽ പിന്നെ എല്ലാം കൂടെ കുലിക്കൊണ്ട് എൻ്റെ അടുത്ത് വന്നേക്കരുത്. ഞാൻ അവൻ്റെ കൂടെ അല്ല ഗുട്ടു. സത്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഗുട്ടുവിൻ്റെ കൂടെയാണ്.
ഐ നോ. അവൻ എൻ്റെ തലയ്ക്കൽ വന്നിരുന്നപ്പോഴേ എൻ്റെ പ്ലാൻ വർക്ക് ചെയ്യുമെന്ന് മനസ്സിലായി. ഉറങ്ങുന്ന പോലെ കണ്ണുടച്ച് ഞാൻ അവിടെ തന്നെ കിടന്നു. എന്നിട്ട് ഒരു 5 മിനിറ്റ് അത്ര എടുത്തുള്ളൂ. ഗുട്ടു, ഇപ്പം എന്താ വേണ്ടേ? പാവം. എന്നെ പാവമൊന്നും വെക്കണ്ട. ഞാൻ രാഹുലിനോട് ഗുട്ടുവിനെ ഇവിടെ പുറത്തൊക്കെ കറങ്ങി നടക്കാൻ സമ്മതിക്കാൻ പറയാം. ഗുട്ടു ഓടിക്കളയൊന്നുമില്ലല്ലോ. ഞാനങ്ങ് ഓടിപ്പോയാലോ? എന്താ വെടിവെച്ചുല്ലോ? എനിക്ക് നിൻ്റെ സഹായമൊന്നും വേണ്ട. എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. ഞാൻ എങ്ങനെയെങ്കിലും സ്വസ്ഥമായി കഴിയുമ്പോഴാണല്ലോ നീയൊക്കെ കൂടെ കയറി വന്നത് സഹായിക്കാൻ. ഇതൊക്കെ കഴിയുമ്പോൾ ആർക്കറിയാം, ഗുട്ടു ഞങ്ങളോട് ചിലപ്പോൾ താങ്ക്സ് വരെ പറഞ്ഞേക്കും. താങ്ക്സ് എന്തിന്? എൻ്റെ സ്വസ്ഥത ഇല്ലാതാക്കിയതിനോ അതോ എൻ്റെ സന്തോഷം നശിപ്പിച്ചതിനോ? സന്തോഷം. ഗുട്ടുവിന് എന്ത് സന്തോഷം ഉണ്ടായിരുന്നത്? പിന്നെ സ്വസ്ഥത, ദാറ്റ്സ് നോ ബിഗ് ഡീൽ. മറ്റാരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു റുട്ടീനാണ് ഈ സ്വസ്ഥത. അങ്ങനെ ഒറ്റയ്ക്ക് കിടന്ന് ഞാൻ കഷ്ടപ്പെട്ടെങ്കിൽ അതെൻ്റെ പ്രശ്നം. നോക്ക്, ഒരോണം കയറാൻ മൂലയിൽ നിന്ന് വന്ന ആളൊന്നുമല്ല ഞാൻ. ലോകം കുറേ കണ്ടതാ, കുറേ ജീവിച്ചിട്ടുമുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലെയല്ല. ജീവിതത്തിൽ നന്മയ്ക്കുള്ള സ്ഥാനം അതെനിക്കറിയാം. നന്മ നിന്റെ ഈ ചെറുപ്പവും ജീവിത രീതിയും വെച്ച് നോക്കുമ്പോൾ നിനക്കതെന്താണെന്ന് പോലും അറിയാനിടയില്ല. അതിന് പ്രായവും പക്വതയും വേണം. ഈ നന്മയെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരു മറയായിരിക്കും, നമ്മുടെ മനസ്സ് ഒളിഞ്ഞിരിക്കാൻ ഉണ്ടാക്കുന്ന മര.
ആഹാ, എണീറ്റോ? നീ എന്നെ ഉണർത്തിയതല്ലേ? ഞാനോ? എന്തിന്? ആർക്കറിയാം, നീ പറ. നീയല്ലേ ഒന്നും കൊടുക്കാതെ ഇവിടെ എല്ലാം ചുറ്റി നടന്നത്? ഞാൻ എന്ത് ചെയ്തെന്ന്? ഗുഡ് സ്വപ്നം കണ്ടതാവും. യു ആർ ബ്യൂട്ടിഫുൾ. താങ്ക്സ്. ഈ ബാൽക്കണിയിൽ വന്നിട്ടുണ്ടോ? നല്ല ഭംഗിയാ. ഈ ജനലും മൈ ഫേവറേറ്റ് പ്ലേസ് ടു റീഡ്. നീ എനിക്കൊരു ഉമ്മ. പറ്റില്ല കുട്ടു, ഞാൻ പറഞ്ഞില്ലേ. പറ്റില്ലെന്നോ? അതെന്താ? അന്നുച്ചയ്ക്ക് അതിലും കൂടുതലൊക്കെ നടന്നല്ലോ. അത് വേറെ. അന്ന്. ഇന്നങ്ങനെ പറഞ്ഞോക്കില്ല. എനിക്ക് നിന്നെ വേണം. വേണ്ട കുട്ടു, ഇത് ശരിയല്ല. എന്നെ വിട് കുട്ടു, പ്ലീസ്. എന്താ പ്രശ്നം? എന്താ കാലത്തൊന്നും ഇഷ്ടമല്ലേ? കാം ഡൗൺ ഐ സേ. ഇങ്ങനല്ല ഒരു സ്ത്രീയോട് പെരുമാറേണ്ടത്. നീ ഉടനെ കയറി പുണ്യം വളർത്തിയോ? നിർത്തിക്കോ, or you'll be sorry for this. നീ ഇതിനു മുമ്പ് സമ്മതിച്ചല്ലോ. നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. നായിന്റെ മോളെ, നീ എന്നെ അടിക്കാനാളായോ? അടിക്കും. എന്താ ചെയ്യുന്നെന്ന് വല്ല ബോധമുണ്ടോ നിങ്ങൾക്ക്? You will regret this. നീ എൻ്റെ അടുത്ത് വലിയ ടീച്ചറാവല്ലേ? ആരാടി നീ? നീ ഒരു വേശ്യ, കണ്ടവൻ്റെ ഒക്കെ കട്ടിൽ നിരങ്ങുന്ന വേശ്യ. ആഹാ, അത് കൊള്ളാം. ഇപ്പോ ആളാരാണെന്ന് മനസ്സിലായില്ലേ? എണീക്ക്, ഇത് കഴിക്ക. അമ്മേ, അമ്മേ, ഞാൻ പറയട്ടെ. ചുംബനത്തിൻ്റെ നേരിയ സ്പർശനം കൊണ്ട് എന്നെ ഒന്ന് പുതപ്പിക്ക്. മുഖം മൂടിയും പടച്ചട്ടയുമില്ലാതെ വഞ്ചനയുടെയും കാമത്തിൻ്റെയും ലോകത്തിലേക്ക് എന്നെ ഇറക്കിവിടാനുള്ള മനക്കരുത്ത് അമ്മയ്ക്കില്ലെന്നറിയാം. അമ്മ കരയുകയല്ല. അമ്മയുടെ വെള്ളം പൊട്ടി കണ്ണിലൂടെ ഒഴുകിയിറങ്ങുകയാണെന്ന് അവരോട് പറയൂ. മരണത്തിൻ്റെ പുഴ നമ്മളെ കടന്നു പോയെന്നും അവരെ അറിയിക്കൂ. അവർക്ക് വേണമെങ്കിൽ നാളെ വന്ന് എന്നെ കാണാമെന്നും കവിളിൽ തൊട്ട് ഇക്കിളിയാക്കാമെന്നും അവരോട് പറയൂ. അമ്മ എന്നെ സ്വതന്ത്രനാക്കിയെന്നും. വേനൽക്കാലത്ത് ഓറഞ്ച് മരങ്ങളുടെ കീഴിൽ കത്തിത്തുടങ്ങിയിട്ടില്ലാത്ത ചുരുട്ടിലെ പുക പോലെ.
തനിക്കിപ്പോഴും 20 വയസ്സാണെന്നാണ് വിചാരം? നടക്കും മാഷേ, ഒന്ന് അനങ്ങട്ടെ. ഈ കയറ് 5 മിനിറ്റിനകം എൻ്റെ മുറി കൊണ്ടുവെക്കണം. ആറ്റമല്ലോ മോളിന്ന് അഴിച്ചെടുക്ക്. ആ പെട്ടികളെല്ലാം രാവിലത്തേക്ക് പഴയതുപോലെ കെട്ടിവെക്കണം. ഞാൻ വന്ന് നോക്കും. കേട്ടല്ലോ? കേട്ടു എന്ന് പറഞ്ഞു. കേട്ടു. ഇനി താൻ ആ കയറെടുത്താൽ അത് എൻ്റെ അവസാനമായിരിക്കും. തന്നെ ഞാൻ അതിൽ കെട്ടിത്തൂക്കും. ഇവിടെ മനസ്സിലായോ? ആ അത് വേണ്ടായിരുന്നു. പ്ലീസ് ഒന്നും പറയണ്ട. ഞാൻ ചെയ്തത് വലിയ തെറ്റായിപ്പോയി. എന്തിനാ ഓടിപ്പോവാൻ നോക്കിയേ? അതല്ല, തന്നോട് ചെയ്തത് വലിയ തെറ്റാ. ഐ ആം റിയലി സോറി. സത്യമായിട്ടും അറിയാം, എനിക്കറിയാം. നീ എങ്ങനെ എൻ്റെ കൂടെ കൂടി? അവനാരാ? ഒരു കാര്യം ഉറപ്പാ, നിങ്ങൾ ഒരുമിക്കേണ്ടവരല്ല. ആണല്ലോ, ഞങ്ങൾ ഒരുമിക്കേണ്ടവർ തന്നെയാണ്. അവനാരാ? അത് ഗുട്ടു തന്നെ കണ്ടുപിടിക്കണം. എൻ്റെ ഏതെങ്കിലും പഴയ സ്റ്റുഡൻറ്റോ മറ്റോ? എനിക്കെന്തായാലും കുട്ടികളൊന്നുമില്ല. അത്രയ്ക്ക് ഉറപ്പാണോ? പേടിക്കണ്ട, അയാൾ ഗുട്ടുവിൻ്റെ മകനൊന്നുമല്ല. വിഷയ, നീ അവനെ വിട്ടിട്ട് എൻ്റെ കൂടെ വാ. നമുക്കിവിടുന്ന് രക്ഷപ്പെടാം. എൻ്റെ വീട്ടിൽ താമസിക്കാം. ഞാനിനി ഒരിക്കലും നിന്നെ ഉപദ്രവിക്കില്ല. പ്രോമിസ്. ഇല്ല കുട്ടു, അത് ശരിയാവില്ല. മാത്രമല്ല, ഈ കഥയുടെ ഉദ്ദേശമേ അതല്ല. കഥയോ? ആ,
ഈ കഥ. ചായ? വേണ്ട. കുറച്ച് ബാക്കിയുണ്ട്. തീരെ വേണ്ട? എന്നൊരു സിപ്പ് ഇതാ. പുള്ളിക്ക് തീരെ വയ്യെന്ന് തോന്നുന്നു. ആർക്ക്? ഓ, അങ്ങേർക്ക്. അയാൾ ചോദിച്ചു വാങ്ങിയതല്ലേ. അതെപ്പോഴും അങ്ങനെ തന്നെ. നല്ലത് കിട്ടും വരെ മനസ്സിലാവില്ല. ഞാൻ നിന്നെ വിട്ടിട്ട് പുള്ളിയുടെ കൂടെ ചെല്ലാനാ പറയുന്നേ. തോന്നി. You know, he apologized to me. നിന്നെ ആഗ്രഹിച്ചതിനോ അത് പ്രകടിപ്പിച്ച രീതിയെക്കുറിച്ചോ? പക്ഷേ അത് തമ്മിലുള്ള വ്യത്യാസം അയാൾക്ക് അറിയാമെന്ന് തോന്നുന്നില്ല. വ്യത്യാസമുണ്ടെന്ന് പോലും അയാൾക്കറിയാമെന്ന് തോന്നുന്നില്ല. എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. അപ്പ് 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 അപ്പ്. എനിക്കെന്താ വേണ്ടേ? ഞാൻ നിങ്ങളൊന്ന് ചിയറപ്പ് ചെയ്യാൻ വന്നല്ലേ. നിങ്ങൾ അല്പം ഡൗൺ ആണെന്ന് തോന്നുന്നു. ബക്കാപ്പ്. നിങ്ങൾക്ക് എന്നോട് ശരിക്കും വെറുപ്പുണ്ട് ഇല്ലേ? നിങ്ങളോട് എനിക്കൊരു വെറുപ്പുമില്ല, സഹതാപമുണ്ട്. അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്, വെറുപ്പുണ്ടെന്ന്. ഓഹോ, അപ്പോൾ വെറുപ്പും സഹതാപവും നിങ്ങൾക്കൊന്നാണ്. രണ്ടെണ്ണം പൂശിയല്ലേ? നിങ്ങളാൾ കൊള്ളാം. എല്ലാവരോടും വെറുപ്പ്. തക്കം കിട്ടിയ റേപ്പ് ചെയ്യും, വേണ്ടി വന്നാൽ കൊന്നുകളയും. എന്നാ മഹർഷിയുടെ മോഹം. ദേ, നിങ്ങൾ വീണ്ടും അഭിനയം തുടങ്ങി. മുറിവേറ്റ ആത്മാവിൻ്റെ ഉടമ. എന്തിനാ നിങ്ങൾ ഈ കല്ലേറുണ്ട പട്ടിയെപ്പോലെ മുഖം വയ്ക്കുന്നത്? ഞാനൊരു ചെറിയ തല്ല് തന്നു, പക്ഷേ അത് നിങ്ങൾ ചോദിച്ചു വാങ്ങിയതല്ലേ. എൻ്റെ പെണ്ണിനോട് കളിച്ചാലേ ഐ വിൽ കിക്ക് യുവർ ബോൾസ് ഇൻ. എവിടെ? എന്താ? കണ്ണടക്കി ഒരു കാര്യം കാണിച്ചു തരാം. എന്താ? പ്രൂഫ്. ഇപ്പോഴാ എല്ലാം തെളിഞ്ഞത്. പറയാം. ആദ്യം കണ്ണടക്കി. ഓക്കെ. ആ, ഇനി തുറക്ക്. ഇതാരാ? നോക്ക്. എന്താ സംഭവം? ഇത് നമ്മള്, ഞാനും താനും. ഗുട്ടു, എന്താ ഈ പറയുന്നേ? ഇത് നമ്മളല്ല. ഇത് ഞാനേ അല്ലല്ലോ. താൻ തന്നെയാ. ഇത് ഞാനും. എന്നെ പറ്റിക്കാൻ നോക്കണ്ട. ഡോൺ ബി സോ ബ്ലൈൻഡ് വിഷയ. നിന്റെ സ്ഥാനം എൻ്റെ കൂടെയാ, നീ എൻ്റെയാ.
നിങ്ങളെ വിടാൻ പോകുന്നു. എന്താ ഇത്തവണത്തെ നേരം പോക്ക്? നിങ്ങൾ എന്നെ വെറുക്കുന്നു സമ്മതിച്ചാൽ നിങ്ങളെ വിടാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് എനിക്കൊരു പൊടി പോലും വെറുപ്പില്ല. പിന്നെ സഹതാപമുണ്ട്. വെറുപ്പ് മാത്രമല്ല, എന്നെ കൊല്ലാൻ വരെ നിങ്ങൾ റെഡിയാണ് സമ്മതിച്ചാൽ നിങ്ങൾക്ക് പോകാം. തന്നെ ആർക്കും രക്ഷിക്കാൻ കഴിയില്ലടോ. താൻ അത്രയ്ക്ക് നശിച്ചു കഴിഞ്ഞു. സമ്മതിച്ചു. പക്ഷെ അതല്ലല്ലോ ഞാൻ ആവശ്യപ്പെട്ടത്. കമോൺ, എന്നെ കുറെ തെറിയിലും വിളിക്ക്, കേക്കട്ടെ. കമോൺ. നിങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ലേ? നിന്റെ പ്ലാനൊക്കെ എനിക്ക് പിടികിട്ടി. എന്നെക്കൊണ്ട് എൻ്റെ മനസാക്ഷിക്കെതിരായി എന്തെങ്കിലും ചെയ്യിക്കണം. എന്നെ കൊന്നാലും ഞാനത് ചെയ്യില്ല. ഈ ജീവിതം മുഴുവൻ നന്മ എന്തെന്നറിയാനും അതിൽ ജീവിക്കാനുമാണ് ഞാൻ ശ്രമിച്ചത്. നിന്റെ മാർഗം വേറെ. നീ തരാമെന്ന് പറയുന്ന സ്വാതന്ത്ര്യമില്ലേ, അതെനിക്ക് വേണ്ട. Stupid fool. It's so quiet. ശരിയാ. ഒരിക്കൽ ഞാൻ ആരുമില്ലാത്തൊരു ബീച്ചിലൂടെ നടക്കുമായിരുന്നു. പെട്ടെന്ന് പാറക്കൂട്ടത്തിനിടയിൽ ഒരു വയസ്സായ സ്ത്രീ ഇരിക്കുന്നത് കണ്ടു. ചുറ്റും മണലിൽ 3-4 ആളുകൾ, കുറച്ച് പട്ടികളും. ആ സ്ത്രീ ഉടുപ്പൊന്നും ഇട്ടിട്ടില്ല. ഒരാൾ അവർക്ക് എന്തോ കഴിക്കാൻ കൊടുത്തു. അവരത് വാങ്ങി എല്ലാവർക്കും കൊടുത്തു. ആദ്യം പട്ടികൾക്ക്, പിന്നെ ആളുകൾക്ക്. ഒരു വ്യത്യാസവും ഇല്ലാതെ. ഞാൻ അകലെ നിന്ന് നോക്കുന്നത് അവർ കണ്ടു. അവരുടെ കണ്ണുകളിൽ വിശ്വസിക്കാനാവാത്ത കാരുണ്യം, കമ്പാഷൻ നിറഞ്ഞു നിന്നു. ഞാൻ എന്താണെന്നറിയില്ല, കരഞ്ഞുപോയി. You know what? You're beautiful. നീയും. ഞാൻ ബാൽക്കണിയിലേക്ക് പോന്നു. നീ വരുന്നോ? ഇല്ല, നീ ചെല്ലേ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ.
Ah.